So, dear brothers, I want to start with 1 Corinthians chapter 13. സഹോദരന്മാരെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നിന്നും തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We know that is the great chapter on love. നമുക്കറിയാം അത് സ്നേഹത്തിന്റെ കുറിച്ച് ഒരു ശ്രേഷ്ഠമായ അധ്യായമാണ്. And we are told to pursue after love in chapter 14 verse 1. നമ്മളോട് സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുവാൻ എന്ന് 14-ന്റെ 1-ാം വാക്യത്തിൽ കാണുന്നു. And that is the love described in chapter 13. ആ സ്നേഹം എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. The gospel originated in God's love for mankind. സുവിശേഷം ആരംഭിച്ചത് ദൈവത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. It is out of love for mankind that he sent his son. മനുഷ്യ കുലത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് താൻ തന്റെ മകനെ അയച്ചത്. And to convey that message to people, we must have something of that same love that God had for man. ആ സന്ദേശം അത് ആളുകളോട് അറിയിക്കണമെങ്കിൽ നമുക്കും ദൈവത്തിന് മനുഷ്യരോടുണ്ടായിരുന്ന അതേ രീതിയിലുള്ള സ്നേഹം ആവശ്യമാണ്. We can understand the message of the gospel if we have got a clever mind. നമുക്കൊരു ബുദ്ധിയുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് സുവിശേഷം മനസ്സിലാക്കുവാൻ കഴിയും. And very often that is how people preach the gospel. They understand the gospel and they preach it. മിക്കവാറും ഒക്കെ ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നതും അങ്ങനെയാണ്. അവര് ആ സുവിശേഷം മനസ്സിലാക്കി അത് പ്രസംഗിക്കുന്നു. But if the gospel does not begin in the heart of a man who's got love for people, it will not be in the spirit of Christ. എന്നാൽ ഈ സുവിശേഷം ദൈവത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഹൃദയത്തിൽ നിന്നും തുടങ്ങുന്നില്ലെങ്കിൽ അത് ക്രിസ്തുവിന്റെ ആത്മാവിലായിരിക്കില്ല. So many preachers are busy preparing a message to preach. ധാരാളം പ്രസംഗകര് ഒരു സന്ദേശം പ്രസംഗിക്കുവാൻ ഒരു സന്ദേശം തയ്യാറാക്കുന്ന തിരക്കിലാണ്. So I want to say, dear brothers, the greatest preparation is to make sure that your heart is full of love for God and for his people. ഞാൻ പറയട്ടെ പ്രിയ സഹോദരന്മാരെ, ഏറ്റവും വലിയ ഒരുക്കം എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹമാണ്. It is love that made Jesus come from heaven to earth. സ്നേഹമാണ് യേശുവിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. And it is love in your heart that must make you stand in the church and preach about that message to others. അതേ സ്നേഹമാണ് സഭയിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് അത് സംസാരിക്കുവാനായിട്ടും ഇടയാക്കുന്നത്. So the main thing is not to prepare a message, but to prepare our hearts. പ്രധാനപ്പെട്ട കാര്യം ഒരു സന്ദേശം തയ്യാറാക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ തയ്യാറാക്കുന്നതാണ്. It's good to ask ourselves whether we prepare our hearts as much as we prepare a message. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, നാം ഒരു സന്ദേശം തയ്യാറാക്കുന്നിടത്തോളം നമ്മുടെ ഹൃദയത്തെ തയ്യാറാക്കുന്നുണ്ടോ എന്നുള്ളത്. In the New Testament, preaching God's word is called prophesying. പുതിയ നിയമത്തിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിനെ പ്രവചിക്കുന്നത് ആയിട്ട് പറയുന്നു. And here in 1 Corinthians 14:1, it says, pursue after love and then earnestly desire to prophesy. 1 കൊരിന്ത്യർ 14:1 പറയുന്നത്, സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുവിൻ. So we must all obey that verse if you want to lead God's people. നാം ദൈവജനത്തെ നയിക്കണമെങ്കിൽ നാം ആ വചനം അനുസരിക്കേണ്ടതുണ്ട്.
when can we stop pursuing after love? എപ്പോഴാണ് നാം സ്നേഹത്തെ പിന്തുടരുന്നത് നിർത്താൻ കഴിയുന്നത്? When we have attained to the love described in chapter 13. ഈ 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തിൽ നാം എത്തിച്ചേർന്നതിന് ശേഷം. And when that type of love is manifested in our daily life, രീതിയിലുള്ള സ്നേഹം നമ്മുടെ നിത്യജീവിതത്തിൽ വെളിപ്പെടുന്നതിന് ശേഷം. So in other churches, people emphasize to prepare a message to preach to people. മറ്റ് സഭകളിൽ ആളുകൾ ഒന്നുന്നത് ഒരു ആളുകൾക്ക് വേണ്ടി ഒരു സന്ദേശം തയ്യാറാക്കുന്നതിനാണ്. But we have preached many times in the church that the church is a 3-story building. എന്നാൽ നമുക്കറിയാം, നാം സഭയിൽ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, സഭ എന്നുള്ളത് ഒരു 3 നില കെട്ടിടമാണ്. The foundation is to knowing God as our Father who loves us perfectly. അതിലെ അടിസ്ഥാനം ദൈവത്തെ ഒരു പിതാവ് എന്ന നിലയിൽ, നമ്മെ പരിപൂർണമായി സ്നേഹിക്കുന്ന പിതാവ് എന്ന നിലയിൽ അറിയുന്നതാണ് അടിസ്ഥാനം. And then the ground floor is having a perfectly clear conscience. അതിന്റെ താഴത്തെ നില എന്നുള്ളത് വളരെ പരിപൂർണമായി ശുദ്ധമായിട്ടുള്ള ഒരു മനസാക്ഷിയുള്ളതാണ്. And then on top of that is the next floor above that is our family life. അതിന്റെ മുകളിലുള്ളത് നമ്മുടെ കുടുംബ ജീവിതമാണ്. And then on top of that, the top floor is our ministry in the church. അതിന്റെ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ നിലയാണ് സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷ. So we must always check when we try to minister whether we've got these foundation and these 2 floors underneath us. നാം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാനവും ആദ്യത്തെ 2 നിലകളും നമുക്കുണ്ടോ എന്നുള്ളതാണ്. And it is love in all these 3 levels beneath us. ഇതില് ഏറ്റവും താഴെയുള്ള 3 നിലകളിലും അത് സ്നേഹമാണ് അവിടെയുള്ളത്. So let me speak about the foundation. അതുകൊണ്ട് ഞാൻ അടിസ്ഥാനത്തെ കുറിച്ച് പറയട്ടെ. The foundation is to be rooted and grounded in the fact that God loves us perfectly. അടിസ്ഥാനം എന്നുള്ളത് ദൈവം നമ്മെ പരിപൂർണമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൽ വളരെ ആഴമായി വേരുള്ളപ്പെട്ടിരിക്കുന്നതാണ്. There must not be any doubt in our mind about that. നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരിക്കരുത്. Now you may say, yes, no, I believe that. You may say, I believe that. പറഞ്ഞേക്കാം, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. But I'll tell you, one test is this. ഞാൻ പറയുന്നു, അതിനുള്ള ഒരു പരീക്ഷണം ഇതാണ്. If you are rooted and grounded in the love of God as your Father, you will never be anxious about anything in your life. നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിൽ നിലയുറപ്പിച്ച് വേരൂന്നിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലപ്പെടുകയില്ല. When we become anxious, that is the proof that we don't believe that God loves us perfectly. നാം വ്യാകുലപ്പെടുമ്പോൾ അത് തെളിയിക്കുന്നത് ദൈവം നമ്മെ പരിപൂർണമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നാം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. Now you may say that is a very high standard. നാം പറഞ്ഞേക്കാം, അത് വളരെ ഉയർന്ന നിലവാരമാണെന്ന്. No, it is not a high standard. ഇല്ല, അത് ഉയർന്ന നിലവാരമല്ല. Because Philippians 4 it says, be anxious for nothing. കാരണം ഫിലിപ്പിയർ 4 പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന്. So the way to preach God's word is not just by studying the Bible. ദൈവവചനം പ്രസംഗിക്കുന്നതിനുള്ള വഴി ബൈബിൾ പഠിക്കുക മാത്രമല്ല. Ask yourself, have you got a foundation in God's perfect love for you that has delivered you from all anxiety and fear? നമ്മോട് തന്നെ നാം ചോദിക്കുക, എനിക്ക് ആ അടിസ്ഥാനമുണ്ടോ? ദൈവത്തിന്റെ പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിൽ അതുവഴി എനിക്ക് എല്ലാ ആകുല വിചാരപ്പെടലിൽ നിന്നും ഭയത്തിൽ നിന്നും വിടുതൽ നേടുന്ന രീതിയിലുള്ള അടിസ്ഥാനമുണ്ടോ എന്ന്. There are 2 verses in Philippians 4.
ഫിലിപ്പിയർ 4:2 വാക്യങ്ങളുണ്ട്. which will be true in our life if we are rooted and grounded in this love of God. നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലയുറപ്പിച്ച് വേരൂന്നിയിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കുന്ന 2 വാക്യങ്ങളുണ്ട്. If any of you have built your own house, you would have seen how carefully they laid a foundation first. നിങ്ങൾ ഒരു ഭവനം പണിതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ അടിസ്ഥാനം വളരെ ശ്രദ്ധിച്ചാണ് അത് പണിയുന്നത്. You cannot take the foundation lightly. ആ അടിസ്ഥാനത്തെ ലഘുവായിട്ട് കാണുവാൻ കഴിയുകയില്ല. It is the most important part of the building. അതാണ് ആ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. I've seen houses in Bangalore collapse because the foundation was not strong. ഞാൻ കണ്ടിട്ടുണ്ട് അടിസ്ഥാനം ശക്തമല്ലാതിരിക്കുന്നത് കൊണ്ട് വീടുകൾ തകർന്നു പോകുന്നത്. The house was beautiful, but the foundation was weak. Sorry, the house was beautiful, but the foundation was weak. വീട് ശക്തിയുള്ളതായിരുന്നു, എന്നാൽ അതിന്റെ അടിസ്ഥാനം ബലഹീനമായിരുന്നു. So that is the foundation for our preaching. അതാണ് നമ്മുടെ പ്രസംഗിക്കുന്നതിനുള്ള അടിസ്ഥാനം. A perfect assurance that in the love of God for me. ദൈവത്തിന്റെ എന്നോടുള്ള സ്നേഹത്തിനെ കുറിച്ചുള്ള ബോധ്യം, പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം. And the test of that is in 2 verses in Philippians 4. അതിന്റെ പരീക്ഷണം ഫിലിപ്പിയർ 4-ലുള്ള 2 വാക്യങ്ങളാണ്. Please turn to Philippians 4 verse 4. ദയവായി ഫിലിപ്പിയർ 4-ന്റെ 4-ാം വാക്യത്തിലേക്ക് തിരിയുക. I don't know how many Christians take this verse seriously. എനിക്കറിയില്ല എത്ര ക്രിസ്ത്യാനികൾ ഈ വാക്യം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന്. My testimony is I was born again, and after that for 16 years I did not take these verses seriously. എന്റെ സാക്ഷ്യം, ഞാൻ വീണ്ടും ജനിച്ച് 16 വർഷത്തോളം ഈ വാക്യം ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല. What is that? Rejoice in the Lord always. എന്താണത്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. The most important word there is always. അതിലുള്ള പ്രധാനപ്പെട്ട വാക്ക് എപ്പോഴും എന്നുള്ളതാണ്. You cannot be complaining and rejoicing at the same time. നമുക്ക് പരാതിപ്പെടുകയും സന്തോഷിക്കുകയും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. You cannot be doubting God and rejoicing at the same time. നമുക്ക് ദൈവത്തെ സംശയിച്ചുകൊണ്ട് അതേസമയം തന്നെ സന്തോഷിക്കാൻ കഴിയില്ല. You can rejoice in the Lord always if you believe in God's perfect love for you. ദൈവത്തിന്റെ പരിപൂർണമായ നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. But 16 years after I was born again, ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം I had a mighty anointing of the Holy Spirit, the baptism of the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചു. I had prayed for that for many years. ഞാൻ പല വർഷങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. But I never knew whether I was baptized in the Spirit or not. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനം പ്രാപിച്ചോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നില്ല. I knew I was not because I was frequently discouraged. അങ്ങനെയല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു, കാരണം ഞാൻ അടിക്കടി നിരുത്സാഹപ്പെട്ടു പോകുമായിരുന്നു. And I didn't have victory over my anger. അത് മാത്രമല്ല, എന്റെ കോപത്തിൽ എനിക്ക് ജയമുണ്ടായിരുന്നില്ല. I didn't have victory in my thoughts. എന്റെ ചിന്തകളിൽ എനിക്ക് ജയമുണ്ടായിരുന്നില്ല. Then I knew I was not baptized in the Holy Spirit. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിട്ടില്ല. My sins were forgiven. എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്. I was sure of that. I was a child of God. അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഒരു ദൈവ പൈതലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. I had received the Holy Spirit as when I received Christ. ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. When did the
apostles received the Holy Spirit? എപ്പോഴാണ് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? All of you have been believers for so many years. You have read the Bible. Do you know the answer? നിങ്ങൾ വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ട് ബൈബിളൊക്കെ വായിക്കുന്നവരാണ്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാം. Almost 100% of believers will say the disciples received the Holy Spirit on the day of Pentecost. 100% ആളുകളും പറയും ശിഷ്യന്മാർ പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതെന്ന്. That is what I also believed for many years till I started reading the Bible carefully. അതാണ് ഞാനും പല വർഷങ്ങളായിട്ട് ബൈബിൾ ശ്രദ്ധാപൂർവ്വം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വിശ്വസിച്ചിരുന്നത്. Then I discovered that they received the Holy Spirit on the day Jesus rose from the dead. അതിനുശേഷം ഞാൻ കണ്ടെത്തിയത് അവര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. Did you know that? നിങ്ങൾക്കത് അറിയാമോ? അറിയാമായിരുന്നു. Please turn to John chapter 20. യോഹന്നാൻ 20-ാം അധ്യായത്തിലേക്ക് തിരിയാം. We read how Mary Magdalene saw Jesus at the tomb in verse 17 and 18. അതിന്റെ 17-18 വാക്യങ്ങൾ മഗ്ദലന മറിയ യേശുവിനെ ശവകുടീരത്തിൽ കാണുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. And then the same day, verse 19, in the evening, Jesus came in the midst of the disciples when the doors were shut. അതേ ദിവസം തന്നെ 19-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, കതക് അടച്ചിരിക്കുകയായിരുന്നു. And he showed them his hands and feet, verse 20. തന്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. 20-ാം വാക്യം. And then read verse 22 carefully. 22-ാം വാക്യം ശ്രദ്ധാപൂർവം വായിക്കുക. He breathed on them and said, "Receive the Holy Spirit." അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും. Did they receive the Holy Spirit? അവര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? 4,000 years before that, Jesus had breathed on a clay model of Adam, and Adam became a living soul. ഇതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ആദാമിന്റെ കളിമണ്ണ് കൊണ്ടുള്ള രൂപത്തിൽ മേൽ ഊതി, അങ്ങനെ ആദാം ജീവൻ വെച്ചു. He says God, that is Father, Son and Holy Spirit, breathed on that clay model and Adam became a living soul. അവിടെ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കളിമണ്ണ് രൂപത്തിൽ മേൽ ഊതി അത് ആത്മാവിനെ പ്രാപിച്ചു എന്നാണ്. It happened immediately. അപ്പോൾ തന്നെ സംഭവിച്ചു. The same Jesus 4,000 years later is now breathing on his disciples. ഇതേ യേശു 4000 വർഷങ്ങൾക്ക് ശേഷം താൻ ശിഷ്യന്മാരുടെ മേൽ ഊതി. And they received the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. And they were born again. അവർ വീണ്ടും ജനിക്കപ്പെട്ടു. When was that? എപ്പോഴായിരുന്നത്? On the day of resurrection. യേശുവിന്റെ ഉയർപ്പിന്റെ ദിവസം. Just like when we receive Christ into our heart, the Holy Spirit comes in. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. Romans 8:9. റോമർ 8:9. If anyone does not have the Spirit of Christ, he does not even belong to him. ഒരുവനിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ അവന്റെ Romans 8:9, last part. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9. Now, if you don't have the Spirit of Christ in you, you're not even born again. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരേ അല്ല. So this is what happened to these disciples. ഇതാണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചത്. They received the Holy Spirit. അവര് പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു. They were born again. അവർ വീണ്ടും ജനിച്ചു. And then Jesus was with them for 40 days. അതിനുശേഷം യേശു 40 ദിവസങ്ങളോളം അവരോടൊപ്പം ഉണ്ടായിരുന്നു. And then he told them, അതിനുശേഷം അവരോട് പറഞ്ഞു, in Acts chapter 1, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം,
that they must wait in Jerusalem. അവർ യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. Acts 1 verse 5, because in not many days from now, you'll be baptized in the Holy Spirit. പ്രവൃത്തികൾ 1:5 നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. And if they were like the clever believers of today, they would have said, but Lord, we already received the Holy Spirit 40 days ago. അവര് ഇന്നുണ്ടായിരിക്കുന്ന പോലെ ബുദ്ധിമാന്മാരായിട്ടുള്ള വിശ്വാസികളായിരിക്കും. അവർ ചോദിച്ചാൽ കർത്താവെ ഞങ്ങള് 40 ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണല്ലോ എന്ന്. But they didn't argue. എന്നാൽ അവര് വാഗ്വാദം ചെയ്തില്ല. There is a difference between receiving the Holy Spirit and being baptized in the Holy Spirit. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. Here they were baptized in the Holy Spirit 50 days after they received the Holy Spirit. ഇവിടെ അവര് പരിശുദ്ധാത്മാവിനെ ആദ്യം സ്വീകരിച്ചതിന് ശേഷം 50 ദിവസങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെട്ടത്. I was baptized in the Spirit 16 years after I received the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചത്. Many believers are never baptized in the Holy Spirit. പല വിശ്വാസികളും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെട്ടിട്ടേ ഇല്ല. They speak in tongues, maybe. They may speak in tongues. അവര് അന്യഭാഷയിൽ സംസാരിച്ചേക്കാം. Because some Pentecostal pastor coached them to speak in tongues. കാരണം ചില പെന്തക്കോസ്ത് പാസ്റ്റർമാര് അവരെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് പരിശീലിപ്പിക്കുന്നുണ്ട്. That tongues did not come from heaven, it came from man. എന്നാൽ ആ അന്യഭാഷ സ്വർഗത്തിൽ നിന്നല്ല മനുഷ്യരിൽ നിന്ന് വന്നതാണ്. And they are deceived. അങ്ങനെ അവർ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. Jesus did not say that when you are baptized in the Holy Spirit, you'll speak in tongues. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. He told them, Acts 1:8, you will receive power. യേശു പറഞ്ഞത് നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1:8. And when you receive power, God may give other gifts also. നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ ദൈവം മറ്റ് വരങ്ങളും നൽകിയേക്കാം. And then verse Acts 1:8, you will be my witnesses. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നിങ്ങൾ എന്റെ സാക്ഷികളാകും. Not you will bear witness to me, but you will be my witness. നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതല്ല, നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നാണ്. There's a lot of difference between bearing witness and being a witness. സാക്ഷ്യം വഹിക്കുന്നതും സാക്ഷികളാകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. Read carefully. In my English Bible, it is very clear. When the Holy Spirit is, you're baptized in the Holy Spirit, you will be my witnesses. വളരെ ശ്രദ്ധാപൂർവം വായിക്കുക. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും. See, the difference is bearing witnesses only with our lips, with our tongue. സാക്ഷ്യം പറയുന്നത്, സാക്ഷ്യം വഹിക്കുന്നത് അത് നമ്മുടെ നാവിലൂടെ മാത്രമാണ്. But being a witness is my whole life. എന്നാൽ സാക്ഷി ആയിരിക്കുക എന്നുള്ളത് എന്റെ ജീവിതം മുഴുവൻ കൊണ്ടാണ്. When I'm baptized in the Holy Spirit, I won't get angry with my wife. When I'm baptized in the Holy Spirit, I will not get angry with my wife. ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ കോപിക്കുകയില്ല. Because I will have another tongue inside my mouth. കാരണം എന്റെ ഉള്ളിൽ മറ്റൊരു നാവ് ഉണ്ട്. A tongue that does not get angry. കോപിക്കാത്ത ഒരു നാവ്. A tongue that does not speak evil. ദോഷം സംസാരിക്കാത്ത നാവ്. Tongue that does not tell lies. നുണ പറയാത്ത നാവ്. That is the spirit-filled life that we must all seek for. ഇതാണ് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ട ആത്മനിറവുള്ള ജീവിതം. Then our words, when we speak in the meeting, will have a mighty power from God. അങ്ങനെയെങ്കിൽ നാം
സംസാരിക്കുന്ന വാക്കുകൾക്ക് ദൈവത്തിൽ നിന്നുമുള്ള വളരെ വലിയൊരു ശക്തി ഉണ്ടാകുക. The question is, when you don't find that life in you, do you have a thirst for it? ചോദ്യം ഇതാണ്, ആ ഒരു ജീവിതം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാണാതിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ദാഹം നിങ്ങൾക്കുണ്ടോ? Baptism means immersion, being completely immersed in the Holy Spirit. സ്നാനം എന്നാൽ മുഴുകൽ എന്നാണ്, പരിശുദ്ധാത്മാവിൽ മുഴുകിയിരിക്കുക എന്നത്. In John's Gospel, chapter 7, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ Jesus said, verse 37, if anyone is thirsty, let him come to me and drink. 37-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. And the result will be from his innermost being, rivers of living water will flow. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. In the villages in Kerala, you've probably seen these hand pumps where you pump it, people stand in line and pump and collect water. കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം, കൈകൊണ്ട് പമ്പ് ചെയ്ത് വെള്ളം കോരുന്ന ആ ഉപകരണം. അവര് വെള്ളം കുറേശ്ശെ വരും പമ്പ് ചെയ്ത്. And many women stand in line to fill their buckets, pumping that water. ആ വെള്ളം എടുക്കുവാൻ വേണ്ടി ആളുകള് വരിവരിയായി നിന്ന് അവരുടെ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുവാൻ നിൽക്കും. But that's different from a river. എന്നാൽ ഒരു നദിയുമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. Many people, their experience of the Holy Spirit is like a hand pump. പല ആളുകളുടെയും പരിശുദ്ധാത്മാവിലുള്ള അവരുടെ അനുഭവം ഒരു കൈകൊണ്ട് പ്രവർത്തിക്കുന്ന പമ്പ് പോലെയാണ്. They struggle, and few drops of water come out. അവര് വളരെയധികം പ്രയാസപ്പെട്ട് ചില വെള്ളത്തുള്ളികൾ വരും. But that's not the fullness of the Spirit. അതല്ല ആത്മനിറവ്. The fullness of the Spirit is where rivers of living water flow out from us. ആത്മനിറവ് എന്നാൽ ജീവജലത്തിന്റെ നദികൾ നമ്മളിൽ നിന്നും പുറപ്പെടുന്നതാണ്. Why is it most believers don't have it? മിക്ക വിശ്വാസികൾക്കും അത് ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? Because this one condition Jesus said, if anyone is thirsty, they are not thirsty. കാരണം യേശു നിബന്ധനയോടെ പറയുന്നുണ്ട്, ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവര് ദാഹിക്കുന്നവരല്ല. If you're satisfied with just a few drops of the Holy Spirit coming through you, you will never be filled with the Holy Spirit. ചില പരിശുദ്ധാത്മാവിന്റെ തുള്ളികൾ മാത്രം നിങ്ങളിലൂടെ വരുന്നതിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഒരിക്കലും നദികൾ ഒഴുകാൻ മാത്രം ഇല്ല. If you go to God and say, Lord, I'm not happy with that. എന്നാൽ കർത്താവേ, അതിൽ എനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, I want a river to come out from me. കർത്താവേ, ഇതിൽ നിന്നും ഒരു നദി ഒഴുകണം. And if you keep on seeking, it will take place. അത് തുടർമാനമായിട്ട് നാം തേടുകയാണെങ്കിൽ അത് സംഭവിക്കും. See what Jesus said, John 7:38. യേശു യോഹന്നാൻ 7:38 പറയുന്നത് കാണുക. As the scripture has said, from his innermost being rivers of living water will flow. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. Now I want to ask all of you a personal question. നിങ്ങൾ ഓരോരുത്തരോടും ഒരു വ്യക്തിപരമായ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Where it says here, as the scripture has said. ഇവിടെ പറയുന്നുണ്ട് തിരുവെഴുത്ത് പറയുന്നത് പോലെ. Where in scripture does it say that about rivers of living water? എവിടെയാണ് ആ ജീവജലത്തിന്റെ നദികളെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്? Do you know the answer? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാമോ? When you read that verse, did you have a desire to find out where in the scripture it says that? നിങ്ങൾ ആ വാക്യം വായിച്ചപ്പോൾ അത് തിരുവെഴുത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? A lazy believer will read that verse and never search the scriptures to find out where it says that in scripture. മടിയനായ ക്രിസ്ത്യാനി
വിശ്വാസി അത് വായിച്ചതിന് ശേഷം എവിടെയാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഉത്സാഹമില്ലാതിരിക്കും. But a diligent, hardworking believer will, I say, I must search the scripture. Where is that Jesus quoted that verse from? എന്നാൽ ഒരു ഉത്സാഹിയായ കടുവാനി വിശ്വാസി അത് പറയും, യേശു ഈ തിരുവെഴുത്ത് എവിടെ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്ന്. And God is a rewarder of those who diligently seek him. ദൈവം തന്നെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവരെ പ്രതിഫലം നൽകുന്നവനാണ്. I want to encourage you, my brothers, whenever you see an Old Testament quotation in the New Testament, go and look for that Old Testament verse. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ സഹോദരന്മാരെ, പുതിയ നിയമത്തിൽ ഒരു പഴയ നിയമ ഉദ്ധരണി കാണുമ്പോൾ നിങ്ങൾ അത് പഴയ നിയമത്തിൽ എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കണം. There are many quotations of the Old Testament in the New Testament. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പല ഉദ്ധരണികളും ഉണ്ട്. And if you go and search, you'll get a revelation. നിങ്ങൾ അത് പോയി തേടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെളിപ്പാട് ലഭിക്കും. So this scripture is found in Ezekiel in chapter 47. ഈ തിരുവെഴുത്ത് അത് എസ്കേൽ 47 അധ്യായത്തിലാണ്. And see how it is. അതെങ്ങനെയാണെന്ന് കാണുക. It says in Ezekiel 47, I saw the water flowing from under the threshold of the house. എസ്കേൽ 47 Verse 1. ഒന്നാം വാക്യം, അവൻ from under the threshold of the house. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. And then after some time, when he walked into that water, verse 3, it came up to his ankles. അതിനുശേഷം മൂന്നാം വാക്യത്തിൽ ആ വെള്ളത്തിലൂടെ നടന്നു പോയപ്പോൾ അത് വെള്ളം നരിയാണിയോളം ആയി. Verse 3, it came up to his ankles. മൂന്നാം വാക്യത്തിൽ ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൊടുത്തു. Brother, please read verse 3. I said in verse 3, it says it came up to his ankles. മൂന്നാം വാക്യത്തിൽ ആ വെള്ളം അവന്റെ നരിയാണിയോളം എത്തി എന്ന് പറയുന്നുണ്ട്. And then he measured another 1,000 and it came up to his knees. അതിനുശേഷം വീണ്ടും 1000 മുഴം അളന്നപ്പോൾ അത് മുട്ടോളം ആയി. And then he measured another 1,000, it came up to his loins. പിന്നെയും 1000 മുഴം അളന്നു വെള്ളം അരയോളമായി. Then he measured another 1,000, it became a river. പിന്നെയും 1000 മുഴം അളന്നപ്പോൾ അത് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി. And what happened then? അതിനുശേഷം എന്ത് സംഭവിച്ചു? His feet came off from the earth and he was carried by the river. അവൻ ഭൂമിയിൽ നിന്നും അവന്റെ കാലുകൾ വിട്ടുപോയി. വെള്ളമാണ്, നദിയാണ് അവനെ പിന്നെ വഹിച്ചത്. That is a spirit-filled life. അതാണ് പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം. As long as our feet are on this earth in the world, നമ്മുടെ കാലുകൾ ഈ ഭൂമിയിലെ മണ്ണിൽ ആയിരിക്കുന്നിടത്തോളം we're always our mind is occupied with the things of this world. നമ്മുടെ മനസ്സ് ഈ ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് മുഴുകിയിരിക്കുമ്പോൾ the spirit cannot carry us. പരിശുദ്ധാത്മാവിനെ നമ്മളെ വഹിക്കുവാൻ കഴിയില്ല. When we are filled with the spirit, our feet get disconnected with the earth. നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ പാദം ഈ ഭൂമിയിൽ നിന്നും ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. Then our mind is no longer on money. അതിനുശേഷം നമ്മുടെ മനസ്സ് പണത്തിന്മേൽ അല്ല. When our mind is no longer on the opinions of men. ആളുകളുടെ അഭിപ്രായത്തിന്മേലല്ല പിന്നീട് നമ്മുടെ മനസ്സുണ്ടായിരിക്കുന്നത്. Then our mind is no longer on living a comfortable life on this earth. അതിനുശേഷം നമ്മുടെ മനസ്സ്, നമ്മുടെ ആഗ്രഹം ഈ ഭൂമിയിൽ സുഖകരമായ ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളതല്ല. Or getting the honor of people in our church.
അല്ലെങ്കിൽ സഭയിലെ ആളുകളുടെ ബഹുമാനം മാനം ലഭിക്കുന്നതുമല്ല. Our feet have come away from the earth. നമ്മുടെ കാലുകൾ ഭൂമിയിൽ നിന്നും പൊങ്ങിപ്പോയിരിക്കുന്നു. And now the river is carrying us. ഇപ്പോൾ ഈ നദിയാണ് നമ്മളെ വഹിക്കുന്നത്. And then it says in the last part of verse 12, in verse 12 it says, wherever that river goes, there's fruit everywhere. അതിനുശേഷം 12ാം വാക്യത്തിൽ നദീതീരത്ത് അക്കരയും ഇക്കരയും തിന്നുവാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. God's will is that our lives should bring fruit for his kingdom wherever we go. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്നിടത്തൊക്കെയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഫലം കായ്ക്കണമെന്നാണ്. But if we allow the Holy Spirit's ministry only to be up to our ankles or up to our knees, we will not come into that life. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുട്ടോളം വരെയോ പാദത്തിങ്കൽ വരെയോ മാത്രം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് നാം വരികയില്ല. We have to come to the place where our feet are detached from the earth and we are in the river completely. നാം ഈ അവസ്ഥയിലേക്ക് വരണം. നമ്മുടെ കാലുകൾ ആ ഭൂമിയിൽ നിന്നും വിട്ട് നദിയിൽ മുഴുവനായിട്ട് നദിയിലായിരിക്കുന്ന അവസ്ഥയിലേക്ക്. And then we can experience what we read in 1 Corinthians 13. അപ്പോൾ നമുക്ക് 1 Corinthians 13 നാം വായിച്ച ആ കാര്യം അനുഭവിക്കുവാൻ കഴിയും. The fruit of the Spirit is love. ആത്മാവിന്റെ ഫലം സ്നേഹമാണ്. If you turn to 1 Corinthians 13, 1 Corinthians 13 തിരിയുകയാണെങ്കിൽ it's good for us to take time to meditate on verse 4 to 7, which describes the qualities of this love. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആ സ്നേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് സമയമെടുത്ത് ധ്യാനിക്കുന്നത് നല്ലതാണ്. Very slowly. വളരെ സാവധാനം. Love is patient with everybody. സ്നേഹം എല്ലാവരോടും ദീർഘമായി ക്ഷമിക്കുന്നു. Love is kind to everyone. സ്നേഹം എല്ലാവരോടും ദയ കാണിക്കുന്നു. As we read this, we must examine ourselves. നാം ഇത് വായിക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുകയാണ്. And when we see we are not like that, we have to pray, Lord, please plunge me into the river. Fill me with the Holy Spirit. അത് നാം അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ നാം പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഈ നദിയിൽ മുഴുകി എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന്. So as I read each, I must ask myself, am I patient with everybody? നാം വായിക്കുമ്പോൾ നമ്മളൊന്ന് ചോദിക്കണം, ഞാൻ എല്ലാവരോടും ദീർഘമായി ക്ഷമയോടെയുള്ളവനായിരിക്കുന്നു. Am I kind to everybody in my home and in the church? ഞാൻ എന്റെ ഭവനത്തിലും സഭയിലുമുള്ള ആളുകളോട് ദയയുള്ളവനാണോ? Love is not jealous. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. Is that true in my life, that I'm not jealous of anybody? ഞാൻ ആരെക്കുറിച്ചും അസൂയപ്പെടുന്നില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിൽ സത്യമാണോ? Not jealous of some relative who's got more money. എന്നേക്കാൾ പണമുള്ള ഒരു ബന്ധുവിനോട് അസൂയുള്ളവനാണോ? Not jealous of some brother who's got a better gift than me. എന്നെക്കാളും മികച്ച വരമുള്ള ഒരു സഹോദരനോട് ഞാൻ അസൂയുള്ളവനല്ല. And love does not boast or brag. സ്നേഹം വികളിക്കുന്നില്ല, ചീർക്കുന്നില്ല. And is not arrogant. Verse 4, last part. 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം അത് ചീർക്കുന്നില്ല. Love does not brag and is not arrogant. Verse 4. സ്നേഹം നിഗളിക്കുന്നില്ല, ധാർഷ്ട്യം കാണിക്കുന്നില്ല. And verse 5, does not act unbecomingly. അത് അയോഗ്യമായി നടക്കുന്നില്ല. Does not seek its own. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. Is not provoked. ദേഷ്യപ്പെടുന്നില്ല. Does not take into account any wrong that other people do to us. മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദോഷം കണക്കിടുന്നില്ല. Does not rejoice in unrighteousness. അനീതിയിൽ സന്തോഷിക്കുന്നില്ല. But rejoices in the truth. സത്യത്തിൽ സന്തോഷിക്കുന്നു. Bears all things. എല്ലാം പൊറുക്കുന്നു. Believes all things.
എല്ലാം വിശ്വസിക്കുന്നു, hopes all things, എല്ലാം പ്രത്യാശിക്കുന്നു, and endures unto the end. അവസാനം വരെയും സഹിക്കുന്നു. This love never fails. ഈ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോവുകയില്ല. It is impossible to live this life without being baptized and filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറയപ്പെടാത്ത ഈ ജീവിതം നയിക്കുന്നത് അസാധ്യമാണ്. Now, why do I say this? Why do I emphasize this? എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഊന്നി പറയുന്നത്? Because, all of you are preaching in churches. കാരണം നിങ്ങൾ എല്ലാവരും സഭയിൽ പ്രസംഗിക്കുന്നവരാണ്. That is what the Bible calls prophesying in this next chapter. ബൈബിള് അടുത്ത അധ്യായത്തിൽ പ്രവചിക്കുന്നത് എന്ന് പറയുന്നത്. But it says here, chapter 14, verse 1, you must first pursue after love and then seek to prophesy. എന്നാൽ ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ആദ്യം സ്നേഹത്തെ പിന്തുടരണം, അതിനുശേഷമാണ് പ്രവചിക്കുന്നതിന് വാഞ്ചിക്കേണ്ടത്. Most people I have found are more eager to prophesy and preach than to pursue after love. മിക്ക ആളുകളും ഞാൻ കണ്ടത് ആദ്യം പ്രവചിക്കുവാനായിട്ട് അതിനുശേഷമാണ് സ്നേഹത്തെ പിന്തുടരുന്നത്. But here the order is pursue after love and then seek for prophecy. എന്നാൽ ഇവിടുത്തെ ക്രമം സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കണം, അതിനുശേഷം പ്രവചിക്കുവാൻ വാഞ്ചിക്കുവാൻ. If I am not seeking for a heart that is filled with the love of God, I am not fit to preach in the church. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു സ്നേഹം ഞാൻ കാംക്ഷിക്കുന്നില്ലെങ്കിൽ, തേടുന്നില്ലെങ്കിൽ ഞാൻ സഭയിൽ പ്രസംഗിക്കുവാൻ യോഗ്യനല്ല. So that's something that we can right now stop and examine our hearts. നമുക്ക് നിർത്തി we can stop right now and examine our heart. നാം ഇപ്പോൾ നിർത്തി നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. First question we need to ask ourselves is this. നമ്മോട് തന്നെ ചോദിക്കേണ്ട ആദ്യ ചോദ്യം ഇതാണ്: Is there anybody on earth whom you have not forgiven? നിങ്ങൾ ഈ ഭൂമിയിൽ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? One person, any one person anywhere in the world whom you have not forgiven something he did to you. ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങളോട് അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ക്ഷമിക്കാത്തവരായിട്ടുണ്ടോ? Maybe some relative who cheated you of some property or money. ഒരുപക്ഷെ നിങ്ങളെ ഏതെങ്കിലും സാമ്പത്തികമായിട്ടോ സമ്പത്തിന്റെ കാര്യത്തിലോ വഞ്ചിച്ച ഒരു ബന്ധുവായിരിക്കാം. It may be your wife. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കാം. Something she did you have not forgiven till today. അവൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ലാത്തതായിട്ടുണ്ടോ? It may be your boss in your office. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തെ മേലധികാരിയായിരിക്കാം. It may be a neighbor who did something wrong to you. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു അയൽക്കാരനായിരിക്കാം. Do you know that Jesus said, if you don't forgive others, you will not be forgiven? നിങ്ങൾക്കറിയാമല്ലോ, യേശു പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. And so if there is one person anywhere in the world right now whom you have not forgiven, I want to say to you in Jesus' name, the Lord has not forgiven you. ഈ ലോകത്തിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരാളോടെങ്കിലും ക്ഷമിക്കാത്തതായിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. You're sitting here today then as a person who is not forgiven by the Lord. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ദൈവത്താൽ കർത്താവിനാൽ ക്ഷമിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിട്ടാണ്. Then you have no right to preach God's word to anybody in the world. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരോടും ദൈവവചനം പ്രസംഗിക്കുവാനായിട്ടുള്ള ഒരു യോഗ്യതയുമില്ല. I believe that with all my heart. അത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. That if there is one person anywhere in the world I have not forgiven, ഞാൻ ഈ ഭൂമി ഈ ലോകത്തിൽ ഞാൻ ക്ഷമിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ, for any small thing, ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും, or whatever big crime he committed against me or my children or my family,
അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ദോഷം എന്നോടോ എന്റെ കുടുംബത്തോടോ എന്റെ മക്കളോടോ ചെയ്ത ദോഷത്തിന് If it is like that, I am unfit to preach the word of God. അങ്ങനെയെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഞാൻ യോഗ്യനല്ല. Because I must pursue after love and then prophesy. കാരണം ഞാൻ സ്നേഹത്തെ പിന്തുടർന്നതിന് ശേഷമാണ് പ്രവചിക്കേണ്ടത്. This is so important, but I have found very few believers even believe it. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഞാൻ കണ്ടെത്തിയത് വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമേ ഇത് വിശ്വസിക്കുന്നുള്ളൂ. You know that in CFC we preach many things that are not preached in other churches. നിങ്ങൾക്കറിയാമല്ലോ, CFCയിൽ മറ്റു സഭകളിൽ പ്രസംഗിക്കപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. Our standard is much higher. നമ്മുടെ നിലവാരം വളരെ ഉയർന്നതാണ്. But that we want to maintain that standard. എന്നാൽ ആ നിലവാരം നാം നിലനിർത്തേണ്ടതുണ്ട്. You know, when your children are sick, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടായിരിക്കുമ്പോൾ, if there are many hospitals and the treatment is free in all the hospitals, ധാരാളം ആശുപത്രികളുണ്ട്, മിക്ക ആശുപത്രികളിലും ചികിത്സ സൗജന്യമാണ്. all the hospitals, treatment is free. എല്ലാ ആശുപത്രികളിലും ചികിത്സ സൗജന്യമാണ്. Then you will choose the best hospital, right? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ആശുപത്രി തിരഞ്ഞെടുക്കും, അല്ലേ? Same way, when you send your children to school, ഇതേപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ, if all the fees, zero fees in all the schools, no fees, എല്ലാ സ്കൂളുകളിലും ഫീസ് ഒന്നും ഇല്ലാതെ ഉള്ളതാണെന്ന് ചിന്തിക്കുക. you will send your children to the best school. അങ്ങനെയെങ്കിൽ അതിൽ ഏറ്റവും മികച്ച സ്കൂളിലാണ് നിങ്ങൾ അവരെ വിടുന്നത്. That is why we want to build the best church also. അതുകൊണ്ടാണ് നാം ഏറ്റവും നല്ല സഭ പണിയേണ്ടത്. We seek for the best hospital, the best school, then we must have the best church also. നാം ഏറ്റവും നല്ല ആശുപത്രിയും ഏറ്റവും നല്ല സ്കൂളും ഒക്കെ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സഭയും നാം പണിയണം. That is the desire with which we started CFC. ആ ഒരു ആഗ്രഹത്തിന്റെ പുറകിൽ നിന്നാണ് നാം CFC തുടങ്ങിയത്. We want to offer a church which has the highest standard according to the New Testament. പുതിയ നിയമപ്രകാരം ഏറ്റവും ഉയർന്ന നിലവാരം നൽകുന്ന ഒരു സഭ നമുക്ക് ആവശ്യമാണ്. And it is absolutely free. അത് തികച്ചും സൗജന്യവുമായിരിക്കണം. That is God's will. അതാണ് ദൈവത്തിന്റെ ഹിതം. And therefore, my brothers, we have a tremendous responsibility when we call our church a CFC church. അതുകൊണ്ട് സഹോദരന്മാരെ, നാം നമ്മുടെ സഭയെ CFC സഭ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. It's not just a label. അത് വളരെ ചെറിയൊരു ജോലിയല്ല. It's not just a name. അത് ഒരു പേര് മാത്രമല്ല. The reality of it must be there in our church. അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണം. That we preach the highest standard. നാം ഉയർന്ന നിലവാരം പ്രസംഗിക്കുന്നു. And we teach them how they can come to that highest standard. ഉയർന്ന നിലവാരത്തിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കുന്നു. In their personal life, അവരുടെ വ്യക്തി ജീവിതത്തിലും, in their thought life, അവരുടെ ചിന്താ ജീവിതത്തില്, in their speech, അവരുടെ സംസാരത്തിൽ, and in their family life, അവരുടെ കുടുംബ ജീവിതത്തിലും, and in the way they bring up their children. മക്കളെ അവർ വളർത്തുന്ന രീതിയിലും, in all these areas, ഈ എല്ലാ മേഖലകളിലും, then we are qualified to prophesy. അങ്ങനെയെങ്കിൽ നാം പ്രവചിക്കുവാനായിട്ട് യോഗ്യരായി തീരും. We don't have to be perfect. നാം പൂർണ്ണരായിരിക്കേണ്ടതില്ല. We'll be perfect only when Jesus comes back. യേശു മടങ്ങി വരുമ്പോൾ മാത്രമേ നാം പൂർണ്ണരായി തീരുകയുള്ളൂ. But we must press on to perfection. എന്നാൽ നാം പൂർണ്ണതയിലേക്ക് ആയണം. And at our level, we must have a perfectly clear conscience. നമ്മുടെ ആ നിലവാരത്തിൽ നമുക്ക് പരിപൂർണമായി ശുദ്ധിയുടെ മനസാക്ഷി ഉണ്ടായിരിക്കണം. That is like a father telling his child. അതിങ്ങനെയാണ് ഒരു പിതാവ് മകനോട് പറയുന്നത് പോലെ. When you're in the kindergarten,
you must get 100%. നിങ്ങൾ നഴ്സറിയിലായിരിക്കുമ്പോൾ 100% വാങ്ങണം. That is 100% in the kindergarten examination. അത് നഴ്സറിയിലെ പരീക്ഷയിൽ 100% വാങ്ങുന്നതാണ്. You don't have to take first standard paper when you're in kindergarten. നിങ്ങൾ നഴ്സറിയിലായിരിക്കുമ്പോൾ 1ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതേണ്ടതില്ല. Next year you will go to first standard. അടുത്ത വർഷം നിങ്ങൾ 1ാം ക്ലാസ്സിൽ പോകും. Then you must get 100% in first standard. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് 1ാം ക്ലാസ്സിൽ 100% വാങ്ങണം. You don't have to take second standard paper. You take first standard paper and get 100%. അവിടെയും 1ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയാൽ മതി, 2ാം ക്ലാസ്സിൽ എഴുതേണ്ടതില്ല. അവിടെ നിങ്ങൾ 100% വാങ്ങണം. And then after another year you go to second standard, then you get 100% in second standard. അതിനുശേഷം ഒരു വർഷം കൂടി കഴിയുമ്പോൾ 2ാം ക്ലാസ്സിൽ അവിടെയും 100% വാങ്ങണം. That is what we desire for our children. അതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That is what the Lord desires from us. അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. See, all of us now may be at different levels in the Christian life. നാം എല്ലാവരും ക്രിസ്തീയ ജീവിതത്തിൽ പല നിലവാരങ്ങളിലുള്ളതായിരിക്കാം. But whatever level you are, you must get 100% there. എന്നാൽ നിങ്ങൾ ഏത് നിലവാരത്തിലാണെങ്കിലും അവിടെ നിങ്ങൾ 100% വാങ്ങണം. Another year later you will get more light on the corruption in your flesh. ഒരു വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ജനത്തിലുള്ള തിന്മയെ കുറിച്ച് കൂടുതൽ വെളിച്ചം ലഭിക്കും. I told you, the Lord baptized me in the Holy Spirit 51 years ago. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് എന്നെ 51 വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധാത്മാവിൽ നിറച്ചത്. And my real spiritual progress began from then. എന്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയ പുരോഗതി അവിടെ നിന്നാണ് തുടങ്ങിയത്. Each year the Lord sought to lead me to a higher level, just like children going from one class to another in school. ഓരോ വർഷവും ദൈവം എന്നെ കൂടുതൽ ഉയർന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു. കുട്ടികൾ സ്കൂളിൽ ഓരോ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത് പോലെ തന്നെ. So now stop for a moment and think, when were you born again? ഇപ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, എന്നാണ് നിങ്ങൾ വീണ്ടും ജനിച്ചതെന്ന്. Have you been baptized in the Holy Spirit? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിച്ചിട്ടുണ്ടോ? From that time, have you found that the Lord is leading you higher and higher and higher every year? ആ സമയം മുതൽ നിങ്ങൾ ഓരോ ദിവസം ഓരോ വർഷം തോറും ഉയർന്ന നിലയിൽ പോകുന്നുണ്ടോ? If you are being defeated by the same sins that you were defeated 10 years ago, നിങ്ങൾ 10 വർഷം മുമ്പ് പരാജയപ്പെട്ടിരുന്ന അതേ പാപങ്ങളാൽ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, then you are like a child who's sitting in the kindergarten for 10 years. അങ്ങനെയെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ 10 വർഷമായിട്ട് ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ്. You're a father. Will you be disturbed if your child is sitting in kindergarten for 10 years? ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കൊച്ച് നഴ്സറിയിൽ 10 വർഷം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രയാസം ഉണ്ടാകില്ലേ? Still not able to do a subtraction or addition problem. ഇപ്പോഴും കണക്ക് കൂട്ടുന്ന കൂട്ടുവാനും കുറയ്ക്കുവാനും ഉള്ളത് അറിയാതെ ഇരിക്കുന്നതെങ്കിൽ, that is how God feels about many of his children who are in the same level year after year after year. അതേപോലെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഒരേ നിലയിലായിരിക്കുന്ന തന്റെ മക്കളെ കുറിച്ച് ദൈവത്തിനും തോന്നുന്നത്. When you got married, maybe you did get angry with your wife now and then. നിങ്ങൾ വിവാഹം കഴിച്ച ശേഷം എപ്പോഴെങ്കിലുമൊക്കെ ഭാര്യയോട് കോപിക്കുന്നവരായിരിക്കാം. That happens to everybody. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. But after so many years, that should have finished by now. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അത് തീർന്നിരിക്കണം. You have to come out of the kindergarten. നഴ്സറിയിൽ നിങ്ങൾ പുറത്തു വരണം. You have to go on to second standard, third standard, fourth standard. നിങ്ങൾ 2ാം ക്ലാസ്സിലേക്കും 3ാം ക്ലാസ്സിലേക്കും 4ാം ക്ലാസ്സിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. Then what we prophesy also will go higher level. അങ്ങനെ നാം പ്രവചിക്കുന്നതും കൂടുതൽ ഉയർന്ന നിലയിലേക്ക് പോകും. So I say to you, pursue after love. Earnestly desire to prophesy. സ്നേഹത്തെ പിന്തുടരുക,
പ്രവചനവരം കാക്ഷിക്കുകയും. So let me define what prophecy is. പ്രവചനത്തെ ഞാൻ നിർവചിക്കട്ടെ. Chapter 14, verse 3. 1:14 Prophesying consists of three things. പ്രവചനം എന്നുള്ളത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. In three things will be true in a message of a man who prophesies. ഒരു പ്രവചിക്കുന്ന ഒരു വ്യക്തിയുടെ സന്ദേശത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. One, it will be for edification, which means for building up a person spiritually. ഒന്നാമത്തേത് ആത്മീയ വർധന, ഒരു മനുഷ്യനെ ആത്മീയമായി പണിയുന്നതാണ്. Helping people to grow spiritually. ആളുകൾ ആത്മീയമായി വളരുവാൻ സഹായിക്കുന്നത്. Then second, it will be to challenge them, exhortation to challenge them, rebuking them, correcting them. രണ്ടാമത്തേത് പ്രബോധനത്തിന്, അവരെ വെല്ലുവിളിക്കുകയും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത്. And third is to comfort them. മൂന്നാമത്തേത് ആശ്വാസത്തിനുള്ളത്. So that is the definition of prophecy. ഇതാണ് പ്രവചനത്തിന്റെ നിർവചനം. To build people up spiritually, ആളുകളെ ആത്മീയമായിട്ട് പണിയുന്നത്, to rebuke them and challenge them to a higher level, അവരെ പ്രബോധിപ്പിക്കുന്നത്, അവരെ ഉയർന്ന നിലയിലേക്ക് ശാസിക്കുകയും and to comfort them and encourage them. അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. And this must be our ministry in our churches. ഇതായിരിക്കണം നമ്മുടെ സഭകളിലുള്ള നമ്മുടെ ശുശ്രൂഷ. So when people have finished listening to you on a Sunday, one of these three things should have taken place in their life. ആളുകൾ ഒരു ഞായറാഴ്ച നിങ്ങളെ കേട്ടതിന് ശേഷം ഈ 3 കാര്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. Otherwise we have not prophesied, we just wasted time. അതല്ലെങ്കിൽ നിങ്ങൾ പ്രവചിക്കുകയായിരുന്നില്ല, നിങ്ങൾ സമയം പാഴാക്കുകയായിരുന്നു. So please pursue this. അതുകൊണ്ട് ഇതിനെ കാക്ഷിക്കുവിൻ, വാഞ്ചിക്കുവിൻ. Now it says in verse 4, one who speaks in a tongue edifies himself, one who prophesies edifies the church. 4-ാം വാക്യത്തിൽ പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. So when God baptized me in the Holy Spirit, he also gave me the gift of tongues. ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകിയപ്പോൾ എനിക്ക് അന്യഭാഷയുടെ വരവും നൽകി. But I never use it in public. എന്നാൽ അത് ഞാൻ പൊതുവിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. Because it says the one who speaks in a tongue, verse 2, speaks to God, not to men, verse 2. കാരണം 2-ാം വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. I take that word very seriously. ആ വാക്യം ഞാൻ വളരെ ഗൗരവത്തിലെടുക്കുന്നു. One who speaks in a tongue does not speak to men, he speaks to God. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. So 50 years I've spoken in tongues regularly. I do not speak it to men in the meeting. I speak it to God in my personal prayer. 50 വർഷമായിട്ട് ഞാൻ അത് ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാറുണ്ട്. അത് മനുഷ്യരോട് പൊതുവിലല്ല, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോടാണ് പറയുന്നത്. This is the verse which is most disobeyed in the Pentecostal church. പെന്തക്കോസ്ത് സഭകളിൽ ഏറ്റവും അധികം അഞ്ചനക്കേട് കാണിക്കുന്ന ഒരു വാക്യം ഇതാണ്. There are so many things like that are disobeyed in Christendom and nobody bothers to correct them. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ക്രിസ്തീയതയിലുണ്ട്, ആരും അത് തിരുത്തുന്നുമില്ല. In our churches we must go strictly according to the word of God. എന്നാൽ നമ്മുടെ സഭകളിൽ നാം വളരെ കർക്കശമായിട്ട് ദൈവവചന പ്രകാരം തന്നെ ആയിരിക്കണം. That is the purpose with which God has raised up CFC. അതാണ് ദൈവം CFCയെ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഉള്ള ഉദ്ദേശം. Teach people to obey God's word exactly. ദൈവവചനം അതേപോലെ തന്നെ അനുസരിക്കുന്നതിന് ആളുകളെ പഠിപ്പിക്കുന്നത്. I want to show you one more verse which is very important.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യവും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. See the last verse in the Old Testament. പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം. Do you know the last verse? The last two verses in the Old Testament. പഴയ നിയമത്തിലെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കറിയാമോ? Malachi 4 verse 5 and 6. മലാഖി 4-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. I'm going to send you Elijah the prophet before the coming of the great and terrible day of the Lord. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. And he will restore the hearts of the fathers to the children and children to the fathers. ഞാൻ വന്ന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. Now that's referring to the second coming of Christ. ഇത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ആണ് പറയുന്നത്. But there was a foretaste of that at the first coming of Christ. എന്നാൽ അതിന്റെ ഒരു മുൻരുചി ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ ഉണ്ട്. Because this verse is quoted in Luke chapter 1. കാരണം ഈ വാക്യം ലൂക്കോസ് 1-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. When John the Baptist was being born, യോഹന്നാൻ സ്നാപകൻ ജനിച്ച സമയത്ത് the Lord told his father Zechariah in the temple. ദേവാലയത്തിൽ അവന്റെ പിതാവായിട്ടുള്ള സക്കറിയാവിനോട് കർത്താവ് പറഞ്ഞു. Luke 1:13. ലൂക്കോസ് 1:13. Your wife Elizabeth will bear a son. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. You must call him John. അവന് യോഹന്നാൻ എന്ന് പേരിടാം. He'll be filled with the Holy Spirit, verse 15, from his mother's womb. 15-ാം വാക്യത്തിൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. And he will turn many people towards the Lord, verse 16. 16-ാം വാക്യത്തിൽ അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. And he will go as a forerunner in the spirit of Elijah, verse 17. 17-ാം വാക്യത്തിൽ അവൻ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പ് ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. And like that he will make a people ready, prepared for the Lord. അങ്ങനെ അവൻ കർത്താവിന് വേണ്ടി ആളുകളെ ഒരുക്കുവാനായിട്ട് അവൻ പ്രവർത്തിക്കും. Now, in Malachi it says this will happen before the great and terrible day of the Lord. മലാഖിയിൽ ഇത് പറയുന്നത് അത് കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് സംഭവിക്കുമെന്നാണ്. John the Baptist was the first person who came in the spirit of Elijah in fulfilling that prophecy. ഈ പ്രവചനം നിവർത്തിക്കുന്ന ഏലിയാവിന്റെ ആത്മാവിൽ വന്ന ആദ്യത്തെ ആള് യോഹന്നാൻ സ്നാപകനാണ്. But the church has to be the final fulfillment of that prophecy in the last days. എന്നാൽ സഭയായിരിക്കണം ഈ പ്രവചനത്തിന്റെ അവസാന നാളുകളിലുള്ള അവസാനത്തെ നിവർത്തി. We have to now go in that same spirit of Elijah and John the Baptist. നാം ഇപ്പോൾ ഇതേ ആത്മാവ് ഏലിയാവിന്റെ യോഹന്നാൻ സ്നാപകന്റെ ആത്മാവിൽ നാം പോകണം. So and turn people towards the Lord. അങ്ങനെ ആളുകളെ കർത്താവിലേക്ക് തിരിക്കുന്നവരായിരിക്കണം. So what does that mean? അതെന്താണ് അർത്ഥമാക്കുന്നത്? The same ministry that John the Baptist had towards the nation of Israel just before Jesus came, first time. യേശു ആദ്യമായിട്ട് വരുന്നതിന് മുമ്പേ യോഹന്നാൻ സ്നാപകന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അതേ ശുശ്രൂഷ we must have in the last days now before the second coming of Christ towards the church. സഭയിൽ നമുക്ക് യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് അതേ ശുശ്രൂഷ ഇപ്പോൾ ഉണ്ടായിരിക്കണം. And so there are certain things in the life of John the Baptist that we can learn from. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ നമുക്കുണ്ട്. I want to just point out some things. ചില കാര്യങ്ങൾ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Turn with me to John chapter 1. യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് തിരിയുക. John chapter 1. യോഹന്നാൻ 1. They asked him,
Are you Elijah? Verse 21. 21-ാം വാക്യത്തിൽ അവര് നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നു. No. അല്ല. Are you the prophet? No. നീ പ്രവാചകനോ? അല്ല. Then what are you? പിന്നെ നീ ആരാകുന്നു? Here's a wonderful answer that he gave that we can also learn from. ഇവിടെ താൻ പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം അത് നമുക്കും പഠിക്കാം. Verse 23, I am only a voice. 23-ാം വാക്യത്തിൽ ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. That means my face is not important. അതിന്റെ അർത്ഥം എന്റെ മുഖം പ്രധാനപ്പെട്ടതല്ല. My name is not important. എന്റെ പേര് പ്രധാനപ്പെട്ടതല്ല. Seek to be like that, brothers. So your face is not important. Your name is not important. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ പേരും പ്രധാനപ്പെട്ട ആ അവസ്ഥയിലേക്ക് ചെല്ലുവാൻ നിങ്ങൾ if you want to be a last days prophet for the Lord, നിങ്ങൾക്ക് അവസാന നാളുകളുടെ കർത്താവിന്റെ പ്രവാചകനായിരിക്കണമെങ്കിൽ in your church, നിങ്ങളുടെ സഭയിൽ make sure you are not interested in people seeing your face or knowing your name. ആളുകൾ നിങ്ങളുടെ മുഖം കാണുന്നതിനും നിങ്ങളുടെ പേര് അറിയുന്നതിനും താല്പര്യമുള്ളവരായിരിക്കരുത്. You don't try to get a name for yourself as a wonderful preacher or a wonderful elder. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള പ്രസംഗകനെന്നോ പോപ്പനെന്നോ ഉള്ള പേര് ലഭിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കരുത്. Don't be in competition with other brothers to be a better elder than them. മറ്റ് സഹോദരന്മാരുമായിട്ട് അവരെക്കാൾ നല്ല മൂപ്പനായിരിക്കുവാനായിട്ട് ഒരു മത്സരത്തിൽ ആയിരിക്കരുത്. Say like John the Baptist, I'm not Elijah, I'm not this, that or other, I'm only a voice. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ പറയുക, ഞാൻ ഏലിയാവോ മറ്റു പ്രവാചകന്മാരോ ഒന്നുമല്ല, ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. And my only message is verse 23, make the way of the Lord straight. എന്റെ ഒരേ ഒരു സന്ദേശം കർത്താവിന്റെ വഴി നേരെയാക്കുന്നതാണ്. That is our message in CFC. Make the way of the Lord 100% straight. അതാണ് CFCയിലുള്ള നമ്മുടെ സന്ദേശം, കർത്താവിന്റെ വഴി 100% നേരെയാക്കുന്നത്. Not slightly to the left or right. അല്പം ഇടത്തോട്ടോ വലത്തേക്കോ തിരിഞ്ഞല്ല. Obeying the commands of Jesus and in the New Testament exactly straight. കർത്താവിന്റെ പുതിയ നിയമത്തിലുള്ള കൽപ്പനകളെല്ലാം നേരെ കൃത്യം നേരെ അനുസരിക്കുന്നത്. My dear brothers, are you preaching that in your church? എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് സഭയിൽ പ്രസംഗിക്കുന്നുണ്ടോ? Are you studying the New Testament so that you know what that straight way is? നിങ്ങൾ പുതിയ നിയമം പഠിക്കുന്നുണ്ടോ ആ നേരായിട്ടുള്ള വഴി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി? That is the ministry of the Elijah of the last days. അതാണ് അവസാനങ്ങളിലുള്ള ഏലിയാവിന്റെ ശുശ്രൂഷ. The Elijah of the last days is the church, not a single person. അവസാന നാളിലെ ഏലിയാവ് എന്നുള്ളത് സഭയാണ്, ഒരു വ്യക്തി അല്ല. John the Baptist and Elijah in the Old Testament were examples. ഏലിയാവും പഴയത്തിലുള്ള മാതൃകകളായിരുന്നു. Today, the last days Elijah is the church of Jesus Christ. എന്നാൽ ഇന്ന് അവസാന ഏലിയാവ് അത് യേശുക്രിസ്തുവിന്റെ സഭയാണ്. And in that body, the church, you are the voice that speaks. You're the tongue. ആ ശരീരമാകുന്ന സഭയിൽ നിങ്ങൾ അവിടെ ശബ്ദം സംസാരിക്കുന്ന ശബ്ദമാണ്, നാവാണ്. In your church, നിങ്ങളുടെ സഭയിൽ you are the tongue. നിങ്ങളാണ് നാവ്. You are the voice. നിങ്ങളാണ് ശബ്ദം. Like John the Baptist said, I'm only a voice. ഞാനൊരു ശബ്ദം മാത്രമാണ്. I'm not Elijah, I'm not this, I'm not that. ഞാൻ ഏലിയാവല്ല, ഞാൻ ഇതല്ല അതുമല്ല. I'm not like this preacher or that preacher or the other prophet or this prophet. ഞാൻ ആ പ്രസംഗനെ പോലെയോ ഈ പ്രസംഗനെ പോലെയോ ആ പ്രവാചകനെ പോലെയോ ഈ പ്രവചനെ പോലെയോ അല്ല. No, I'm not comparing myself with anybody. ഞാൻ മറ്റാരുമായിട്ടും താരതമ്യം ചെയ്യുന്നില്ല എന്നെ തന്നെ. I am a voice. ഞാൻ ഒരു ശബ്ദമാണ്. Dear brothers, you want people to recognize your name that you're a famous person? പ്രിയ സഹോദരന്മാരെ, ആളുകൾ നിങ്ങൾ ഒരു പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Say, I'm a voice.
പറയുക ഞാൻ ഒരു ശബ്ദമാണ്. I have no interest to be known as some famous preacher in my life. എനിക്ക് ഒരു പ്രസിദ്ധനായിട്ടുള്ള പ്രസംഗകൻ എന്ന് അറിയപ്പെടുവാനായിട്ട് ഒരു ആഗ്രഹവും എന്റെ ജീവിതത്തിലില്ല. The Lord told me you ought to be a voice, and I say yes, Lord. Till the end of my life, I want to be a voice. That's all. കർത്താവ് എന്നോട് പറഞ്ഞു നീ ഒരു ശബ്ദമായിരിക്കണം. ഞാൻ പറഞ്ഞു അതേ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരു ശബ്ദം മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. And anytime I want to be more than a voice, I will repent and come back and say, Lord, I want to be a voice. ഒരു ശബ്ദത്തെക്കാൾ അധികമായിട്ട് എന്തെങ്കിലും ആയിരിക്കുവാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ മാനസാന്തരപ്പെട്ടു കർത്താവേ, ഞാൻ തിരിച്ചു വന്ന ഒരു ശബ്ദം മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. We have to watch our heart all the time. നാം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. Because we have tendency to lift ourselves up. കാരണം നമ്മെ തന്നെ ഉയർത്തുന്ന ഒരു പ്രലോഭനം നമുക്കുണ്ടായിരിക്കും. Then we have to push it down. അപ്പോൾ നാം അതിനെ താഴ്ത്തി കളയണം. Lord, I will never compare myself with anybody else. കർത്താവേ, ഞാൻ മറ്റാരുമായിട്ടും എന്നെ തന്നെ താരതമ്യം ചെയ്യുകയില്ല. Because God has given me only one person to compare myself with, and that is Jesus Christ. കാരണം കർത്താവ് ഒരേ ഒരു വ്യക്തിയുമായിട്ട് മാത്രമാണ് എനിക്ക് താരതമ്യം ചെയ്യാൻ തന്നിട്ടുള്ളത്, അത് യേശുക്രിസ്തുവാണ്. And I find I'm so much short compared to that I have to repent every day. ഞാൻ എന്നെ കർത്താവുമായിട്ട് നോക്കുമ്പോൾ വളരെ താഴ്ന്ന നിലവാരത്തിലാണെന്ന് ഞാൻ കണ്ടെത്തുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് മാനസാന്തരപ്പെടാനുണ്ട്. I admit every day I repent. എല്ലാ ദിവസവും ഞാൻ മാനസാന്തരപ്പെടുന്നു. Because I'm discovering new things. കാരണം ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നു. I'm not repenting of the same thing I repented of last year. കഴിഞ്ഞ വർഷം ഞാൻ മാനസാന്തരപ്പെട്ട അതേ കാര്യമല്ല ഞാൻ ഇപ്പോൾ മാനസാന്തരപ്പെടുന്നത്. Like a child going from second standard to third standard, he learns something new. ഒരു കുട്ടി 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുതിയത് പഠിക്കുന്നത് പോലെ. And from there to the 4th standard, he'll still learn something new. അതിനുശേഷം 4ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുതിയത് വീണ്ടും പഠിക്കുന്നു. This is how I've sought to allow the Holy Spirit to lead me higher and higher to learn something new. So there's constant repentance until I become like Christ. ഇതുപോലെ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസവും എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. അങ്ങനെ തുടർമാനമായിട്ടുള്ള ഒരു മാനസാന്തരത്തിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. I pray that will be true in all of your lives, dear brothers. എന്റെ പ്രിയ സഹോദരന്മാരെ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. See what John the Baptist said in John's Gospel, chapter 3. യോഹന്നാൻ 3-ൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Verse 28. 28-ാം വാക്യം. I am not the Christ, I have been sent ahead of him, that's all. ഞാൻ ക്രിസ്തുവല്ല, അവൻ മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ. We say the same thing. We have been sent ahead of the coming of the Lord. We are preparing people for the Lord's coming. നാം അതിനെ പറയണം. നാം കർത്താവിന്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുന്നതിന് കർത്താവിന് മുമ്പായി അയക്കപ്പെട്ടവരാണ്. So what we say is, verse 30, Christ must increase and I must decrease. അവൻ പറയുന്നത് എന്താണ്? 30-ാം വാക്യത്തിൽ അവൻ വളരണം, ഞാനോ കുറയണം. And the only way Christ can increase in our life is if we decrease. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരാനായിട്ടുള്ള ഒരേ ഒരു വഴി നാം കുറയുന്നതാണ്. So I think of myself. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു. If Christ has to increase in my life, ക്രിസ്തു എന്റെ ജീവിതത്തിൽ വളർന്നു വരേണ്ടതുണ്ടെങ്കിൽ, in my thinking every day Zach Punan must decrease. എല്ലാ ദിവസവും എന്റെ ചിന്തകളിൽ സാക് പുന്നൻ കുറയണം. In my mind, if Zach Punan decreases, Christ will increase. എന്റെ മനസ്സിൽ സാക് പുന്നൻ കുറഞ്ഞു വരുമ്പോൾ ക്രിസ്തു വളർന്നു വരും. And if Zach Punan does not decrease, Christ will not increase in my life. സാക് പുന്നൻ കുറയുന്നില്ലെങ്കിൽ ക്രിസ്തു വരികയില്ല. My dear brothers, are you going that way? എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആ വഴിയിലാണ് പോകുന്നത്? Is that your passion, that he must increase and I must decrease? അതാണോ നിങ്ങളുടെ വാഞ്ച? അവൻ വളരണം, ഞാൻ കുറയണം. I think all of us want Christ to increase in our life. ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. But I'm telling you that will not happen if you don't decrease. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്, നിങ്ങൾ കുറയാത്തോളം സംഭവിക്കുകയില്ല.
If you are trying to show yourself to people as a great man, Christ will never increase in your life. ആളുകളുടെ മുമ്പിൽ നിങ്ങളൊരു ശ്രേഷ്ഠനായ വ്യക്തി എന്ന് കാണിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തു ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ വരികയില്ല. And you have to be an example so that other people in the church also seek to decrease so that Christ will increase in their life. നിങ്ങൾ നിങ്ങളുടെ സഭയിലുള്ള മറ്റുള്ളവരും അവർ കുറഞ്ഞ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു വളരേണ്ടതിന് അവർക്കൊരു മാതൃകയായിരിക്കണം. This is our calling. ഇതാണ് നമ്മളുടെ വിളി. There's a difference between the old covenant prophet and the new covenant prophet. പഴയ നിയമത്തിലെ പ്രവാചകനും പുതിയ നിയമത്തിലെ പ്രവാചകനും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. Old covenant prophet, his life was not important. പഴയ നിയമത്തിലെ പ്രവാചകന്റെ ജീവിതത്തിന് പ്രാധാന്യമില്ലായിരുന്നു. He had to get up and preach what God told him. ദൈവം അവനോട് പറഞ്ഞ കാര്യം അവൻ എഴുന്നേറ്റ് പ്രസംഗിക്കണം എന്ന് മാത്രമായിരുന്നു. But in the new covenant it is different. എന്നാൽ പുതിയ നിയമത്തിൽ അത് വ്യത്യാസമാണ്. We have to pursue after the love of Christ and then prophesy. നാം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പിന്തുടർന്നതിന് ശേഷമാണ് പ്രവചിക്കേണ്ടത്. So my first passion must not be to preach. My first passion must be to pursue the love of Christ in my heart. എന്റെ ആദ്യത്തെ അഭിവാഞ്ച അത് പ്രസംഗിക്കണമെന്നുള്ളതായിരിക്കരുത്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പിന്തുടരുന്നതായിരിക്കണം ആദ്യത്തെ. And like that we can prepare a people in our church for the coming of the Lord. അങ്ങനെ നമുക്ക് നമ്മുടെ സഭയിലുള്ള ആളുകളെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറാക്കുവാൻ കഴിയും. It is a tremendous responsibility God has given to us. നമുക്ക് കർത്താവ് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. And we have to do that also with our families. അത് നമ്മളുടെ കുടുംബങ്ങളിലും നാം ചെയ്യണം. That we demonstrate the standard God has for a Christian home. ദൈവം ഒരു ക്രിസ്തീയ ഭവനത്തിൽ വെച്ചിരിക്കുന്ന ആ നിലവാരം നാം വെളിപ്പെടുത്തണം. See, your wife may not be a spiritual person. നിങ്ങളുടെ ഭാര്യ ഒരു ആത്മീയ വ്യക്തി ആയിരിക്കില്ല ഒരുപക്ഷെ. That does not matter. അത് പ്രസക്തമല്ല. The most godly man whom God could point out to Satan at one time was Job. ദൈവത്തിന് ഒരു സമയത്ത് സാത്താന്റെ മുമ്പിൽ കാണിക്കുവാൻ കഴിയുന്ന ഏറ്റവും ദൈവഭക്തനായിട്ടുള്ള വ്യക്തി യോബായിരുന്നു. And he had a very difficult wife. അദ്ദേഹത്തിന് വളരെ പ്രയാസമുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു. Who almost told him to commit suicide. അവൾ അവരോട് ആത്മഹത്യ ചെയ്യുന്നതിന് വരെ പറഞ്ഞു. But he continued to be faithful. എന്നാൽ അവൻ വിശ്വസ്തനായിരിക്കുന്നത് തുടർന്നു. And I believe Job is the first book of the Bible written before Genesis. ഞാൻ വിശ്വസിക്കുന്നത് യോബിന്റെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പേ എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ ബൈബിളിന്റെ പുസ്തകം. Because Moses wrote Genesis and he lived 500 years after Job. കാരണം മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. യോബിന് 500 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ജീവിച്ചത്. So the first book of the Bible is about a man who had a very difficult wife. അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം വളരെ പ്രയാസം നൽകുന്ന ഭാര്യയുള്ള ഒരു വ്യക്തിയുടെ പുസ്തകമായിരുന്നു. So don't complain if you have a difficult wife. നിങ്ങൾക്ക് പ്രയാസം നൽകുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെടരുത്. You can still be such a godly man that God can point you out to Satan like he pointed out Job to Satan. അത് നിങ്ങളെ ഇത്ര ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ കഴിയും. യോബിനെ ദൈവം പിശാചിന് കാണിച്ചു കൊടുത്തതുപോലെ നിങ്ങളെയും കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം. When I was a young Christian, ഞാനൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ I read the book of Job. ഞാൻ യോബിന്റെ പുസ്തകം വായിച്ചു. And I heard the Lord say to Satan, have you seen my servant Job? There's nobody like him in the whole world. കർത്താവ് സാത്താനോട് ചോദിക്കുന്നു, എന്റെ ദാസനായിട്ട് യോബിനെ നീ കണ്ടോ? അവനെ പോലെ മറ്റാരും ഈ ലോകത്തിലില്ല. And I had such a passion in my heart as a young Christian. I said, Lord Jesus, can you say that about me? എനിക്ക് ഒരു ചെറുപ്പക്കാരനുള്ള ക്രിസ്ത്യാനിയിൽ ഇത്ര വലിയൊരു വാഞ്ച ഉണ്ടായി. കർത്താവ് യേശുവേ, അങ്ങേക്ക് എന്നെ കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയുമോ? Not what people say about me. ആളുകൾ എന്നെ കുറിച്ച് പറയുന്നതല്ല. That is rubbish. Throw in the garbage bin. അത് ചവറ്റുകുട്ടിയിലേക്ക് എറിയപ്പെടുന്ന കാര്യമാണ്. But what God says about me to the devil. എന്നാൽ ദൈവം എന്നെ കുറിച്ച് പിശാചിനോട് പറയുന്ന കാര്യം. What is the certificate God is giving about me to Satan?
എന്താണ് ദൈവം എന്നെ കുറിച്ച് നൽകുന്ന സാക്ഷ്യപത്രം പിശാചിന് മുമ്പിൽ? That is what I learned in the book of Job. അതാണ് യോബിന്റെ പുസ്തകത്തിൽ ഞാൻ പഠിച്ച കാര്യം. I said, Lord, I want that. ഞാൻ പറഞ്ഞു, കർത്താവേ, അതെനിക്ക് വേണം. I knew to get that, I had to say what John the Baptist said. Christ must increase and I must decrease. അത് ലഭിക്കണമെങ്കിൽ ഞാൻ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ പറയണം, ക്രിസ്തു എന്നിൽ വളരണം, ഞാൻ കുറയണം. Dear brothers, please follow that example of John the Baptist. പ്രിയ സഹോദരന്മാരെ, ആ യോഹന്നാൻ സ്നാപകന്റെ ആ മാതൃക ദയവായി പിന്തുടരുക. At least from today. ഇന്നു മുതലെങ്കിലും say, Lord, I want to decrease. പറയുക, കർത്താവേ, എനിക്ക് കുറയണം. Christ has not increased in my life because I am too big. Christ has not increased in my life because I am too big. ക്രിസ്തു എന്റെ ജീവിതത്തിൽ വളർന്നിരുന്നില്ല, കാരണം ഞാൻ വളരെ വലിയവനായിരുന്നു. If I will decrease, then Christ will increase in my life. ഞാൻ കുറയുകയാണെങ്കിൽ ക്രിസ്തു എന്റെ ജീവിതത്തിൽ വളരുവാൻ കഴിയും. Make that your motto for the whole of this year. ഈ വർഷത്തെ നിങ്ങളുടെ മുദ്രാവാക്യം, നിങ്ങളുടെ ആഗ്രഹം അതാക്കുക. And then God will give you prophetic words also when you speak in the church. അങ്ങനെയെങ്കിൽ നിങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ പ്രവചനാത്മകമായ വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. Because God sees your heart's desire is that you might decrease and that Christ might increase. കാരണം നിങ്ങൾ കുറയണമെന്നും ക്രിസ്തു വളരണമെന്നുമാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമെന്ന് ദൈവം കാണണം. So let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Like the psalmist, we say, search me, O God, and try my heart. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ, എന്റെ ഹൃദയത്തെ പരിശോധിച്ച് നനവുകളെ അറിയിക്കണമേ. And see if there is any crooked way in me. എന്റെ ഉള്ളിൽ ഒരു കൗശലപരമായിട്ടുള്ള വഴിയുണ്ടോ എന്ന്. And lead me in the way everlasting. നിത്യമായിട്ടുള്ള വഴിയിലേക്ക് എന്നെ നയിക്കണമേ. Not just today when I'm stirred in this meeting. ഇന്ന് മാത്രമല്ല ഞാൻ ഈ മീറ്റിംഗിൽ ഞാൻ ഉത്സാഹിപ്പിക്കട്ടുണ്ട് മാത്രം. But Lord, let this be the passion of my life. എന്നാൽ കർത്താവേ, ഇത് എന്റെ ഹൃദയത്തിന്റെ വാഞ്ചയായിരിക്കണമേ. The motto of my life, he must increase and I must decrease. എന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യം, അവൻ വളരണം, ഞാൻ കുറയണം. So that I can be a useful servant of yours in my local church. അങ്ങനെ അങ്ങേക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ദാസനായിട്ട് അങ്ങയുടെ ആ പ്രാദേശിക സഭയിലായിരിക്കേണ്ടതിന്. Fill me with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Fill my heart with the love of God. ദൈവത്തിന്റെ സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. The love as described in 1 Corinthians 13. 1 കൊരിന്ത്യർ 13 വിവരിച്ചിരിക്കുന്ന പോലെയുള്ള സ്നേഹം. And from that love, Lord, help me to prophesy. ആ സ്നേഹത്തിൽ നിന്നും കർത്താവേ, പ്രവചിക്കുവാൻ എന്നെ സഹായിക്കണമേ. Give me the gift of prophecy. പ്രവചനത്തിന്റെ വരം എനിക്ക് നൽകണമേ. To encourage people. ആളുകളെ ഉത്സാഹിപ്പിക്കേണ്ടവന്. And to challenge them to a higher level of life. ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് അവരെ വെല്ലുവിളിക്കേണ്ടവന്. And to comfort them. അവരെ ആശ്വസിപ്പിക്കേണ്ടവന്. Help us, Lord. കർത്താവേ, സഹായിക്കണമേ. That your name be glorified in all the churches in Kerala. കേരളത്തിലുള്ള എല്ലാ സഭകളിലും അങ്ങയുടെ നാമം മഹത്വപ്പെടണം. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Thank you, brothers, for listening patiently. എന്നെ ക്ഷമയോടെ കേട്ടതിന് നന്ദി സഹോദരന്മാരെ. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. God make you a mighty servant in your local church. നിങ്ങളുടെ പ്രാദേശിക സഭയിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശുശ്രൂഷകനായി തീർക്കും. God needs many prophets in India. ഇന്ത്യയിൽ ദൈവത്തിന് ധാരാളം പ്രവാചകന്മാരെ വേണം. He needs many in Kerala.
ധാരാളം പേരെ കേരളത്തിൽ ദൈവത്തിന് വേണം. Give yourself to the Lord. കർത്താവിന് നിങ്ങളെ തന്നെ നൽകുക. Say, Lord, I don't want any honor. പറയുക, കർത്താവേ, എനിക്കൊരു മാനവും വേണ്ട. Let my name be forgotten. എന്റെ പേര് മറക്കപ്പെടട്ടെ. Let Christ be exalted. ക്രിസ്തു ഉയർത്തപ്പെടട്ടെ. Thank you. നന്ദി.